ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സർക്കാർ വകുപ്പുകൾക്കും ഏജൻസികൾക്കും റമസാൻ മാസത്തിലെ പ്രവൃത്തി സമയം കുവൈറ്റ് അധികൃതർ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷം ഏർപ്പെടുത്തിയ പോലെ തന്നെ 4.5 മണിക്കൂറാണ് പ്രവൃത്തി സമയം. സ്ത്രീ ജീവനക്കാർക്ക് അരമണിക്കൂർ ഗ്രേസ് പീരിയഡ് അനുവദിച്ചിട്ടുണ്ട്. അത് 2 ഘട്ടങ്ങളിലായിട്ടാണ് എടുക്കേണ്ടത്. ജോലിക്ക് കയറുന്നതിന് മുമ്പ് ആദ്യത്തെ 15 മിനിറ്റ് അല്ലെങ്കിൽ അവസാന നേരത്തെ 15 മിനിറ്റ്. എന്നാൽ പുരുഷ ജീവനക്കാർക്ക് 15 മിനിറ്റ് മാത്രമാണ് ഗ്രേസ് പീരിയഡ് അനുവദിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ അല്ലെങ്കിൽ അവസാന നേരത്തെ സമയമോ എടുക്കാം. ഒമാനിൽ ഇസ്രാ മിഅ്റാജ് പ്രമാണിച്ച് പൊതു അവധി പ്രഖ്യാപിച്ചു. ജനുവരി 30 വ്യാഴാഴ്ച രാജ്യത്തെ സർക്കാർ സ്വകാര്യ മേഖലകളിൽ പൊതു അവധിയായിരിക്കുമെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. വാരാന്ത്യ അവധി ദിവസങ്ങൾ ഉൾപ്പെടെ തുടർച്ചയായ 3 ദിവസത്തെ അവധി ഒഴിവ് ലഭിക്കുന്നത് തൊഴിലാളികൾക്കും ആശ്വാസകരമാകും. സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 21,485 പ്രവാസികൾ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ അറസ്റ്റിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധികൃതർ ജനുവരി 9 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകളിലാണ് ഇത്രയും പേർ പിടിയിലായത്. നേരത്തെ പല കാരണങ്ങളാൽ പിടികൂടപ്പെട്ട 11,955 പേരെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ സൗദി അധികൃതർ നാടുകടത്തിയതായും മന്ത്രാലയം വ്യക്തമാക്കി. അറസ്റ്റിലായവരിലും നാടുകടത്തപ്പെട്ടവരിലും നിരവധി ഇന്ത്യൻ പ്രവാസികൾ ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ട്. വിസ, തൊഴിൽ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനാണ് ഇത്രയും പ്രവാസികൾ പിടിയിലായതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞയാഴ്ച അറസ്റ്റിലായവരിൽ 13,562 പേർ രാജ്യത്തെ താമസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 4,853 പേർ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും 3,070 പേർ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിനുമാണ് പിടികൂടപ്പെട്ടത്. അതിർത്തി നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ചതിന് 1,568 പേരെ സുരക്ഷാ അധികൃതർ പിടികൂടിയതായും മന്ത്രാലയം വ്യക്തമാക്കി. ഇവരിൽ 50% എത്യോപ്യക്കാരും 47% യമനികളും ബാക്കി 3% മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. നിയമവിരുദ്ധമായി രാജ്യത്ത് നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ച 64 പേരും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു. നിയമവിരുദ്ധമായി രാജ്യത്ത് കഴിയുന്നവരെ സഹായിച്ച 16 പേരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. പുതുതായി അറസ്റ്റിലായവർക്ക് പുറമെ 33,007 പ്രവാസികൾ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ നിയമ നടപടികൾ നേരിടുന്നതായും അധികൃതർ കൂട്ടിച്ചേർത്തു. ഇവരിൽ 30,335 പേർ പുരുഷന്മാരും 2,672 പേർ സ്ത്രീകളുമാണ്. ഇവരിൽ 25,164 പേരെ നാട്ടിലേക്കുള്ള യാത്രാരേഖകൾ ശരിയാക്കുന്നതിനായി ബന്ധപ്പെട്ട നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട്. അബുദാബിയിലെ ഇന്ത്യൻ എംബസി UAEയിലെ ഇന്ത്യൻ പ്രവാസികളുടെ പാസ്പോർട്ട് പുതുക്കലുമായി ബന്ധപ്പെട്ട സേവനങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തി. അപേക്ഷിച്ച അതേ ദിവസം തന്നെ പാസ്പോർട്ട് പുതുക്കി കിട്ടണമെങ്കിൽ തൽക്കാൽ സേവനം തന്നെ തിരഞ്ഞെടുക്കണമെന്നും പ്രീമിയം ലോഞ്ച് സേവനം വഴി 3-4 ദിവസം കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. സോഷ്യൽ മീഡിയയിൽ നൽകിയ പോസ്റ്റിലാണ് നിലവിലുള്ള പാസ്പോർട്ട് പുതുക്കൽ സേവനങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിരിക്കുന്നത്. സാധാരണ പാസ്പോർട്ട് പുതുക്കൽ സേവനം, തൽക്കാൽ പാസ്പോർട്ട് പുതുക്കൽ സേവനം, പ്രീമിയം ലോഞ്ച് സേവനം എന്നിങ്ങനെ 3 വിധം സേവനങ്ങളാണ് ഇന്ത്യൻ എംബസി വാഗ്ദാനം ചെയ്യുന്നത്. നൽകിയിരിക്കുന്ന വിശദീകരണം അനുസരിച്ച് ഇന്ത്യൻ എംബസിയും ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റും അധിക ഫീസ് ഈടാക്കുന്ന തൽക്കാൽ സേവനത്തിലൂടെ മാത്രമേ പാസ്പോർട്ടുകളുടെ ഫാസ്റ്റ് ട്രാക്ക് പുതുക്കൽ നടത്താൻ സാധിക്കൂ. UAEയിൽ ഇന്ത്യൻ പാസ്പോർട്ട് അപേക്ഷകൾ BLS ഇന്റർനാഷണലിന്റെ കേന്ദ്രങ്ങൾ വഴിയാണ് സ്വീകരിക്കുന്നത്. സാധാരണ പുതുക്കലിന് അപേക്ഷ സമർപ്പിക്കുന്നതിന് UAEയിലെ ഇന്ത്യൻ പ്രവാസികൾ കമ്പനിയുടെ വെബ്സൈറ്റ് വഴി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണം. എന്നാൽ തൽക്കാൽ പാസ്പോർട്ട് പുതുക്കൽ സേവനം ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂർ അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ലെന്നും ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. എല്ലാ തൽക്കാൽ അപേക്ഷകൾക്കും വാക്കിൻ സേവനവും ലഭ്യമാണ്. ദുബൈയിലെ ഉപഭോക്താക്കളുടെയും ജീവനക്കാരുടെയും സംതൃപ്തിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഓഫീസുകളുടെ പട്ടിക ദുബൈ കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബൈ എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പുറത്തുവിട്ടു. ദുബായ് ഗവൺമെന്റ് കസ്റ്റമർ ആൻഡ് എംപ്ലോയി ഹാപ്പിനെസ് സൂചികകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രഖ്യാപനം.
ഉപഭോക്താക്കളെന്ന വ്യാജേന വിവിധ ഓഫീസുകളിൽ സന്ദർശനം നടത്തിയ ശേഷം അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മിസ്റ്ററി ഷോപ്പർമാരുടെ സംഘം നടത്തിയ സർവേയിലെ കണ്ടെത്തലുകളും ഷെയ്ഖ് ഹംദാൻ പുറത്തിറക്കി. ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ജനറൽ സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായ ദുബായ് ഗവൺമെന്റ് എക്സലന്റ് പ്രോഗ്രാമാണ് എല്ലാ വർഷവും ഏറ്റവും മികച്ച സർക്കാർ സ്ഥാപനങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നത്. ഇതുപ്രകാരം ദുബായ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഉപഭോക്തൃ സംതൃപ്തിയുടെ കാര്യത്തിൽ ശരാശരി 93.8% റേറ്റിംഗ് രേഖപ്പെടുത്തി. ഓഫീസുകളിലെ ജീവനക്കാരുടെ സന്തോഷ റേറ്റിംഗ് 86.7%, മിസ്റ്ററി ഷോപ്പർ സ്കോർ 95.8%. പുതിയ റിപ്പോർട്ട് പ്രകാരം 2024 വർഷത്തിൽ ഉപഭോക്തൃ സന്തോഷത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സർക്കാർ സ്ഥാപനം മുഹമ്മദ് ബിൻ റാഷിദ് ഹൗസിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. 98.75% ഇതിന്റെ സ്കോർ. പ്രവാസികൾ ഉൾപ്പെടെ താമസക്കാർക്ക് ജീവിക്കാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ രാജ്യമായി ഒമാൻ. ജീവിത ചെലവ് ഏറ്റവും കൂടിയ ഗൾഫ് രാജ്യം UAE-യും. 2025 ജീവിത ചെലവ് സൂചിക പ്രകാരമാണിത്. ജീവിത ചെലവ് സൂചികയിൽ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ പട്ടികയിൽ UAE ഒന്നാമതെത്തി. തൊട്ടു പിന്നാലെ ബഹ്റൈനും തുടർന്ന് ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ്, ഒടുവിൽ ഒമാനുമാണ്. രാജ്യത്തെ ശരാശരി വാടക, പലചരക്ക് സാധനങ്ങളുടെ വിലകൾ, റെസ്റ്റോറന്റ് വിലകൾ, പ്രാദേശിക കറൻസിയുടെ ശരാശരി വാങ്ങൽ ശേഷി, ശരാശരി ശമ്പളം തുടങ്ങിയ ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വാർഷിക സൂചിക തയ്യാറാക്കുന്നത്. ജീവിത ചെലവ് സൂചികയിൽ ഗൾഫ്, അറബ് രാജ്യങ്ങളിൽ UAE ഒന്നാം സ്ഥാനത്തും ആഗോളതലത്തിൽ 30ാം സ്ഥാനത്തുമാണ്. ശരാശരി 54.1 പോയിന്റുമായാണ് ഏറ്റവും ചെലവ് കൂടിയ രാജ്യമായി UAE മേഖലയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത്. 48.3 പോയിന്റുമായി ബഹ്റൈൻ ഗൾഫ് മേഖലയിൽ 2ാം സ്ഥാനത്തും അറബ് ലോകത്ത് 3ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 38ാം സ്ഥാനത്തുമാണ്. 47.5 പോയിന്റുമായി ഖത്തറാണ് ജീവിത ചെലവിന്റെ കാര്യത്തിൽ ഗൾഫ് മേഖലയിൽ 3ാം സ്ഥാനത്ത്. അറബ് ലോകത്ത് 4ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 40ാം സ്ഥാനത്തുമാണ് ഖത്തർ. സൗദി അറേബ്യ 41.9 പോയിന്റുകളുമായി ഗൾഫ് മേഖലയിൽ 4ാം സ്ഥാനത്തും അറബ് മേഖലയിൽ 5ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 56ാം സ്ഥാനത്തുമാണ്. ആകെ 40.4 പോയിന്റുകളുമായി കുവൈറ്റാണ് ഗൾഫിൽ 5ാം സ്ഥാനത്ത്. അറബ് ലോകത്ത് 6ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 60ാം സ്ഥാനത്തുമാണ്. 2025 ജീവിത ചെലവ് സൂചിക പ്രകാരം ജീവിത ചെലവിന്റെ കാര്യത്തിൽ ഏറ്റവും ജീവിത ചെലവ് കുറഞ്ഞ ഗൾഫ് രാജ്യം ഒമാനാണ്. ശരാശരി 39.8 പോയിന്റുകളുമായി ഗൾഫിൽ അത് 6ാം സ്ഥാനത്തും അറബ് ലോകത്ത് 7ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 62ാം സ്ഥാനത്തുമാണ്. ഉയർന്ന ജീവിത ചെലവിന്റെ കാര്യത്തിൽ അറബ് ലോകത്ത് യമൻ 2ാം സ്ഥാനത്തും ഫലസ്തീൻ 8ാം സ്ഥാനത്തും ലബനൻ 9ാം സ്ഥാനത്തും സൊമാലിയ 10ാം സ്ഥാനത്തുമാണുള്ളത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.